നമസ്കാരം. ഞാൻ ശക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദം, ചോതി, വിശാഖം 1-2-3 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു തുലാക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. കേതൂർ 11-ലും രാഹുർ 5-ലും വ്യാഴം 9-ലും ശനി 6-ലും അടക്കം സ്ഥിതി ചെയ്യുന്ന ചരരാശി ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമ്മളൊന്ന് വിലയിരുത്തിയാൽ, ശത്രുതയ്ക്ക് ശമനമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കോടതി വ്യവഹാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത്തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളിൽ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ കോടതി വിധി അനുകൂലമാകുന്നതിനോ സാധ്യതയുണ്ട്. ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കും. കടബാധ്യതകളിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുന്നതാണ്. ഏതൊരു കാര്യത്തിലും ഭാഗ്യാഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പിതാവിനെ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് അനുഭവിച്ചു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ശമനം കിട്ടുന്ന രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങൾ വിജയിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കടബാധ്യതകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, ശത്രുവിൽ നിന്നുള്ള ധനലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഫലം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താം. വിദേശവാസ യോഗമൊക്കെ ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഫലങ്ങൾക്ക് തന്നെയാണ് സാധ്യത. അതിനിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരിക എന്ന് പറയുന്നത് സന്താനങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കർമ്മ തടസ്സമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദര സംബന്ധമുള്ള രോഗങ്ങൾ സന്താനങ്ങൾക്കുണ്ടാവുക, സന്താനങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്നിവയൊക്കെ നെഗറ്റീവ് ഫലങ്ങളായിട്ട് പറയുമ്പോൾ പോലും കൂടുതലായിട്ടും ഗുണഫലങ്ങൾക്കാണ് സാധ്യത. ഐശ്വര്യവർദ്ധനവ്, ധന സമ്പാദന മാർഗങ്ങൾ വിപുലീകരിക്കാൻ സാധിക്കുക, തൊഴിലില്ലാത്തവർക്ക് ഏതെങ്കിലും ചെറിയൊരു തൊഴിൽ വരുമാന മാർഗമെങ്കിലും ലഭിക്കുക, അതോടൊപ്പം തൊഴിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ള സാധ്യത. എന്നാൽ ഭാഗ്യാഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വ്യക്തി താല്പര്യാധിഷ്ഠിതമാണെന്ന് ചിത്രീകരിക്കുവാൻ ശത്രുക്കൾ ശ്രമിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. ചിത്തിര 3-4 പാദം തുലാക്കൂറുകാരെ സംബന്ധിച്ച് 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫലചിന്തനയിലേക്ക് കടന്നാൽ വിവിധ മാർഗങ്ങളിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തേക്ക് എടുത്തുയർത്തപ്പെടുന്നതാണ്. ദാമ്പത്യപരമായിട്ട് കാലം അനുകൂലമായിരിക്കും. ഭാഗ്യകടാക്ഷം കൊണ്ട് തന്നെ നടക്കത്തില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടന്നു മാറാനിടയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദാമ്പത്യ വേർപാട് സംബന്ധിച്ചും ഒരു അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിച്ചാൽ ഏകദേശം അവ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാനിടയുണ്ട്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന വസ്തുവകകളെ സ്വത്തിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മകുശലത കൊണ്ട് പല കാര്യങ്ങളിലും വിജയം നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3-4 പാദ നക്ഷത്രജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസത്തെ നമുക്ക് വിലയിരുത്താം. അടുത്തത് ചോതി നക്ഷത്രജാതരെ സംബന്ധിച്ചാണ്. ചോതി നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത നോക്കിയാൽ, കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പല പരിപാടികളും വിജയിക്കാനിടയുണ്ട്.
ശത്രുക്കളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ധനലാഭം ഉണ്ടായേക്കാം, കൂട്ടത്തിൽ വ്യവഹാരങ്ങൾ വഴിയാണെങ്കിൽ. അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നടന്നു കിട്ടും. ഇതുവരെ നടക്കില്ല എന്നൊക്കെ കരുതി ഉപേക്ഷിച്ച് വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് നടന്നു കിട്ടാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുരുജനങ്ങളുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് വിദ്യാ പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പിതാവിൽ നിന്ന് ഗുണമോ പൈതൃക സ്വത്തുക്കളുടെ ലാഭമോ ഉണ്ടാവാം. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തെ ലക്ഷ്യം വെച്ചുള്ള കാര്യങ്ങൾ ആഗ്രഹപ്രാപ്തിയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. സന്താനങ്ങളുമായിട്ട് സംബന്ധിച്ച് ചില തൊഴിൽ തടസ്സങ്ങളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാനിടയുണ്ടെങ്കിൽ പോലും പൊതുവെ 2026 മാർച്ച് മാസം എന്ന് പറയുന്നത് ചോദ്യ നക്ഷത്രജാതരെ സംബന്ധിച്ച് ഗുണാധിക്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. ഇനി 2026 ഏപ്രിൽ മാസഫലം ചോദ്യ നക്ഷത്രജാതരെ സംബന്ധിച്ച് പറഞ്ഞാൽ ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയിക്കാനിടയുണ്ട്. സൽകീർത്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലതും വിജയിക്കും. അധികാരസ്ഥാനത്തേക്ക് എടുത്തുയർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന ചില അലോസരങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിൽപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കാനുള്ള സാധ്യത ഈ മാസവും തുടരുന്നു. പിതാവിനെ കൊണ്ട് ചില ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളുടെ ലഭ്യത ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ധർമ്മചിന്തകൾ അധികരിക്കുന്നത് മൂലം ചില സൽക്കർമ്മങ്ങൾ ചെയ്യുവാനിടയുണ്ട്. ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ വളരെ നിസ്സാരമായ രീതിയിൽ അല്ലെങ്കിൽ അധികം പരിശ്രമിക്കാതെ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള കോടതി വ്യവഹാരങ്ങളിൽ വിജയം, കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുക തുടങ്ങിയിട്ടുള്ള സദ്ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. ഇനി തുലാക്കൂറിൽപ്പെട്ട വിശാഖ 1, 2, 3 പാദനക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ പോലും അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടുള്ള ദുർച്ചിലവുകളെ കരുതിയിരിക്കണം. സൽകീർത്തിക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയിക്കാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ മനോവിഷമങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും ഭാഗ്യാഭിവൃദ്ധി പിന്തുടരുന്നതാണ്. തൊഴിൽ ഭാഗ്യം ലഭിക്കും. തൊഴിൽ സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാം. പ്രവാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളായാലും വിദ്യാർത്ഥികളായാലും അവർക്ക് കാലം അനുകൂലമാണ്. പിതാവിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ധനപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ചുരുക്കത്തിൽ വളരെ നല്ല ഒരു സമയമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം. വിശാഖം 1, 2, 3 പാദനക്ഷത്രം തുലാക്കൂറുകാരെ സംബന്ധിച്ചവരുടെ 2026 ഏപ്രിൽ മാസം ജ്യോതിഷഫല സാധ്യത എടുത്താൽ ഏത് കാര്യത്തിലും ഗുണകരമായ രീതിയിൽ പോകുമെങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വന്നേക്കാം. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള മനോദുഃഖത്തിനിടയുണ്ട്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര പക്വത കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്ക് വലിയ വിവാദങ്ങളായി തീരുവാനുള്ള സാധ്യതയുമുണ്ട്. സന്താനങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവ രൂപീകരണത്തിലും കുറച്ച് കാർക്കശ്യം പുലർത്തേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. സന്താനങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയിക്കാനിടയുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ധനപരമായിട്ടുള്ള വഞ്ചനയിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും കാലം പൊതുവെ അനുകൂലമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖ 1, 2, 3 പാദ നക്ഷത്രജാതരുടെ ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങളാണെങ്കിൽ ഇനി തുലാക്കൂറിൻ്റെ പൊതുവായിട്ടുള്ള ഫലം 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളെ ആശ്രയിച്ച് പറഞ്ഞാൽ ധനപരമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം. ധനഗുണം ഉണ്ട്. സൽകീർത്തി വർദ്ധിക്കുന്ന തരത്തിലേക്ക് ധനപരമായിട്ടുള്ള വിനിയോഗം വരും. അധികാരപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് കാലം അനുകൂലമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ചെറിയ മനോവിഷമങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കർമ്മതടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉദരരോഗമോ സൽക്കർമ്മ വിഘ്നമോ വഴി പരാജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാവാം. ഗുരുകാരണവന്മാരുടെ കടാക്ഷം ശ്രദ്ധിക്കാം. പിതാവിനെ കൊണ്ട് ഗുണം.
ധർമ്മചിന്ത വർദ്ധിക്കുന്നത് മൂലം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള പുണ്യഫലങ്ങൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു മാറുവാനുള്ള സാഹചര്യം, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുക അല്ലെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുക, കോടതി വ്യവഹാരങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവുക, കോടതി വ്യവഹാരങ്ങൾ മൂലം ധനലാഭം ഉണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ തീർക്കുവാൻ ശ്രദ്ധിക്കുക, രോഗവിമുക്തി ഉണ്ടാവുക, കാര്യജയം, ധനപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പ് തുടരുക, വ്യാധിനാശം, ആധികാരികമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർത്ത് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കുക, ഏതെങ്കിലും തരത്തിലെ ശരീരത്തിലുള്ള വ്രണരോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശമിക്കുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങളിൽ, ഗുണദോഷ ഫലങ്ങൾ, ഗുണാധിക്യ ഫലങ്ങൾക്കാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത. ഇതിൽ എന്തെങ്കിലും ദോഷപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കുടുംബദേവത, പരദേവത, തറവാട് ദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യുക. അതോടൊപ്പം ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാഹുക്ഷേത്രത്തിൽ, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ പ്രസ്തുത ക്ഷേത്രത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗ്രഹദോഷ പരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.